ഞാനല്ലേ സാറേ, എന്നെ വിട് സാറേ, എന്നെ വിട് സാറേ. ഞാനല്ലേ സാറേ, എന്നെ വിട് സാറേ, എന്നെ വിട് സാറേ. ഫോൺ വിളിച്ച് നീ എന്നോട് പറഞ്ഞില്ലേ വീട്ടിൽ വരണ്ട വയലിൻകര വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇടാ ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? അവ എന്നെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാണോന്ന് എനിക്കൊരു തോന്നല്. അങ്ങനെ തോന്നാൻ കാര്യം? അങ്ങ് കല്യാണം കഴിഞ്ഞ് നീയൊക്കെ അങ്ങ് പോയല്ലോ. വീട്ടിൽ വന്ന് രണ്ടെണ്ണം കൂടെ അകത്ത് കയറി കുറെ കഴിഞ്ഞിട്ട് വാല് തുറന്നിട്ട് എൻ്റെ അടുത്തൊരു ചോദ്യം, ചേട്ടാ ഊട്ടിയിലാണോ കൊടൈക്കനാലാണോ നല്ല തണുപ്പെന്ന്? ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് അവർക്ക് തോന്നിയതായിരിക്കും. തോന്നിട്ട് കുഴപ്പമൊന്നുമില്ല. അവന് ഹണിമൂണ് പോകാനായിട്ട് 20,000 രൂപ വേണമെന്ന്. നിനക്കറിയാലോ എൻ്റെ സാമ്പത്തികം. ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ച് അവനൊരു 20,000 രൂപ കൊടുത്ത്, അതും എടുത്ത് പിറ്റേ ദിവസം ഷോപ്പിങ്ങിന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് എല്ലാമൊക്കെ വാങ്ങിച്ചു വാരി എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, തുണി മണിയൊക്കെ മേടിച്ചപ്പോൾ പൈസയൊക്കെ തീർന്ന്, ഇനി ഹണിമൂണിന് പോകാനായിട്ട് അവന് 20,000 രൂപ വേണം. ഷോപ്പിങ്ങിന് പോയിട്ട് വന്ന് തുണിയൊക്കെ എടുത്ത് അതെനിക്ക് ഇതെനിക്ക് മറ്റവർക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുണിയൊക്കെ എടുത്ത് കാണിച്ചിട്ട് അവൻ പറയുമല്ലോ എപ്പോഴും എൻ്റെ അമ്മയാണ് ചേട്ടത്തി, ചേട്ടൻ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യം വിട്. അവൻ്റെ ഷഡ്ഡി വരെ അലക്കി കൊടുക്കണ അവൻ്റെ ഒരു ചേട്ടത്തി ഉണ്ടല്ലോ, ഒരു നൈറ്റി, ഒരു 100 രൂപയുടെ ഒരു നൈറ്റി എടുത്തുകൊണ്ട് കൊടുക്കാത്തത്. എന്നിട്ട് അപ്പൊ അന്ന് അവിടെ കുറച്ച് നുണയൊക്കെ പറഞ്ഞുകൊണ്ട് നനച്ച് തള്ളയുണ്ടല്ലോ, അവൾക്ക് 3000 രൂപയുടെ ഒരു സാരി എടുത്ത് അവക്ക് കൊടുത്തേക്കണം. എൻ്റെ രവീന്ദ്ര കുടുംബത്തിൽ കലഹം ഉണ്ടാവാനായിട്ട് ഇനി എന്തെങ്കിലും വേണോ അവിടെ? പോലീസുകാർ വന്ന് കാണണ്, ക്വസ്റ്റ്യൻ ചെയ്യണ്. ഇതിന്റെ രസം എന്തെന്ന് പറഞ്ഞാൽ ഈ വരുന്ന വൈകി എന്നെ സ്റ്റേഷനിലേക്കല്ല വിളിപ്പിക്കണത്, പിന്നെ 3-4 പ്രാവശ്യം വീട്ടിൽ വന്ന് പിന്നെ പറയും ഇന്ന സ്ഥലത്ത് നിൽക്ക്, അവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മണിക്കൂറുകൾ പോയി നിൽക്കണം. അവൻ വരും ഒരു എങ്കിൽ അത് ഉടായിപ്പ് പോലീസുകാരനാ. നീ ഒരു കാര്യം ചെയ്യും, നാളെ ചെല്ലാലല്ലേ പറഞ്ഞേക്കണോ, ഞാൻ കൂടെ വരാം. ഞാൻ കൂടെ വന്നിട്ട് നമുക്ക് ആ പോലീസുകാരനെ കണ്ട് നമുക്ക് സംസാരിക്കാം. കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതങ്ങ് ഒതുക്കി തീർത്ത് അതിൽ നിന്ന് ഊരാം. അതാണ് ഏറ്റവും നല്ലത്. നടക്കും. നിന്റെ കൂടെ ഞാനില്ലേ. എല്ലാ സ്വർണങ്ങളും നിങ്ങളെടുത്ത് നിങ്ങളുടെ അനിയന്റെ കാര്യങ്ങൾക്കും എല്ലാത്തിനും കൊടുക്കുവാണ്. നമുക്കിനി എന്തൊക്കെ കാര്യങ്ങൾ കിടപ്പുണ്ടെന്നറിയാമോ? വീടിന്റെ പണി പകുതിയായി കിടക്കുക. മോളുടെ കാര്യം നോക്കണം. ഞാൻ ഉറുമ്പരിക്കുന്നത് പോലെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഒപ്പിച്ച് ഞാനും കഷ്ടപ്പെട്ട് നിങ്ങൾ കൊണ്ടുവരുന്നതും ഒന്ന് ചുരുക്കൂട്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പം ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ജോലി പോകുന്ന കാര്യം ആലോചിച്ചിട്ടാണ്. നമ്മൾ കേസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവര് കേസുള്ള ഒരാളെ നമ്മൾ സെക്യൂരിറ്റി ജോലിക്ക് നിർത്തൂല, നമ്മളവിടെ നിന്ന് പറഞ്ഞു വിടും. കേസും വരും, ജോലിയും പോകും, നിരന്തരം പോലീസിലും കോടതിയിലും കയറി ഇറങ്ങി നടക്കണം. നമ്മുടെ ഗതി എന്താവും? വഴിയെ പോകുന്ന എല്ലാ സംഭവങ്ങളും പിടിച്ച് തലയെ വെച്ചോളും. ഞാനും മോളിതിന് എന്താണ് ഉത്തരവാദിയായിട്ട് ഞങ്ങള് നിൽക്കുന്നത്? ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇതും കൂടെ കൊടുത്ത് നമുക്ക് ഒഴിവാക്കാം. ആ പോലീസ് സ്റ്റേഷനും ഒഴിവാക്കാം, ഇവന്റെ ഇതും കൂടെ ഒഴിവാക്കി. ഇനി മേലാൽ ഇവനൊരു പൈസ ഇനി ഞാൻ കൊടുക്കൂല. ഇത് എത്ര തവണ ഇങ്ങനെ പറഞ്ഞാ? നിങ്ങള് പിന്നെ അനിയൻ വന്ന് ഓരോന്ന് പറയുമ്പോ നിങ്ങൾ വീണ്ടും ഇത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും ഇല്ല, ഞാനും എന്റെ മോളും ഇല്ല, നിങ്ങൾ അനിയൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം. ഇപ്പൊ കേസൊന്നും ഒഴിവാക്കണ്ടേ? പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണമെങ്കിലും ഒന്നും ഒഴിവാക്കണ്ടേ നമുക്ക്? അതിനെങ്കിലും വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഒന്നും എന്ത് ചെയ്യുമെന്ന് പറ. ഇങ്ങനെ നിന്നൊരു ഭർത്താവ് വന്ന് മുന്നേ എന്ന് പറയുമ്പോ എങ്ങനെ ഞാൻ തരാതിരിക്കും? എന്നാ ഇതൂടെ കൊണ്ടുപോയിക്കും. എന്നാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. മണി 2 മണി 2 ആയില്ല.
വരുമായിരിക്കും. പോലീസുകാരനല്ലേ, അയാളൊക്കെ തനി സ്വഭാവം കാണിക്കാതിരിക്കും. നോക്കാം. സാറേ ഇങ്ങോട്ട് നിൽക്കാം സാറേ. സാറേ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം സാറേ. എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റി പ്രൈവറ്റ് ജോലിയാണ്. നമ്മളൊരു കേസിലേക്ക് ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ജോലി എന്ന് പറഞ്ഞു വിടും സാറേ. കുടുംബം പിന്നെ വേറെ വരുമാന മാർഗമൊന്നുമില്ല. എങ്ങനെയെങ്കിലും സാർ ചെയ്യുന്നത്. സാർ ഒന്ന് ഒഴിവാക്കി കൊടുത്തേ സാർ. പാവം ഒരു സെക്യൂരിറ്റി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ. സാറേ ഇന്നും എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞതാണ് സാറേ. അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. പേപ്പർ വർക്ക് ഒരുപാടുണ്ട്. കമ്പ്യൂട്ടറിൽ കയറിയ കേസാ. എന്നെ കൊണ്ട് മാത്രമായിട്ട് തീരില്ല. SIക്ക് കൊടുക്കണം. നീ വന്നേ. ഒരു 30 രൂപ മൊത്തമാവും. അത് ഒരു വള്ളിക്കെട്ട് കേസാ. സുധാര അതെങ്ങെടുത്ത് കൊടുത്തേ സുധാര. സാർ ഒരു 150 രൂപ കുറവുണ്ട് സാർ. ആ നോക്കാം. 150 പെൻഡിങ് കിടക്കും. ഓക്കെ സാർ ഒന്ന് ഒഴിവാക്കി കൊടുക്കണേ. നോക്കട്ടെ, സംസാരിക്കും. ആ 150 കൊടുത്ത് എന്നേക്കാം ഒഴിവാക്കിക്കൂടായിരുന്നു. പിന്നെ വന്ന ആട്ടോറിക്ഷയ്ക്ക് 150 രൂപ കൊടുത്തില്ലേ? ഇനി നമ്മൾ ഇനി അതിന്റെ പുറകിൽ നടക്കണ്ട. ഇനി അങ്ങോട്ട് നടന്നു പോണോടെ. നടക്കാം. എന്റെ കാര്യമല്ലേ.